നമുക്കിടയിൽ മുസ്ലിങ്ങൾ എന്നതിൽ നമ്മളൊരു ചർച്ച നടത്തിയാണ്. ഒരു ചർച്ചയില്ല അല്ലേ? നമുക്കൊരു ചർച്ചയില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിൽ വളരെ ഗുരുതരമായ വിഷയമാണ് ഫസാദുൽ ഇസ്ലാം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. 3 തരം കരാറാണ് നാം ഏർപ്പെട്ടിരിക്കുന്ന കരാർ. ഒന്ന് അള്ളാഹുവും നമ്മളും തമ്മിൽ, പിന്നെ മനുഷ്യനും തമ്മിൽ, രണ്ടാമത്തെ. മൂന്നാമത്തേത് മനുഷ്യനും പ്രകൃതിയും തമ്മിൽ. ഇങ്ങനെ 3 തരം കരാറുകളുണ്ട്. അപ്പോൾ 3ാമത്തെ കരാറാണ് പരിസ്ഥിതിയുമായിട്ടുള്ള നമ്മുടെ കരാർ അല്ലേ? അപ്പോൾ ഈ പ്രകൃതി ശുദ്ധ പ്രകൃതിയാണ്, അതിനാരും കയ്യേറ്റം നടത്തരുത് എന്നാണ് പറഞ്ഞത്. ഇത് പ്രകൃതിയിൽ മാത്രമല്ല, എൻവയോൺമെന്റൽ എന്ന് പറയില്ലേ, പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ മാത്രമല്ല, പിന്നെയോ നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിനെ മലീമസമാക്കുന്ന പലതുണ്ട്. ഇപ്പോൾ സൂറത്തുൽ അഅറാഫ് 85, സൂറത്തുൽ അഅറാഫ് 85 ശുഐബ് അലൈഹിസ്സലാം ജനതയെ പ്രബോധനം ചെയ്യുന്നു. ശുഐബ് നബിയുടെ കാലത്ത് എന്തായിരുന്നു തിന്മ? സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് അല്ലേ? ഇതിന് മുഖ്യമായിട്ടുണ്ടായത് അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിച്ചു. ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? മായം ചേർക്കലും വഞ്ചനയും അതുപോലെ കൃത്രിമങ്ങളും, അളവ് തൂക്കത്തിൽ കൃത്രിമം. അതുപോലെ അവര് ജനങ്ങളെ കൊള്ളയടിച്ചു, വഴിക്കൊള്ള നടത്തി, വഴിയിൽ കാത്തു മറ്റു ആൾക്കാരെ കൊള്ളയടിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പൊ അതിനെ ശുഐബ് അലൈഹിസ്സലാം ചോദ്യം ചെയ്യണം. എന്നിട്ട് ശുഐബ് നബി എന്താ പറയുന്നത്? ലാ തുഫ്സിദു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. ബഅദ ഇസ്ലാഹിഹ, അതിനെ അല്ലാഹു തആല വെടിപ്പാക്കി വെച്ചതിന് ശേഷം. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഭൂമിയുടെ ആദ്യത്തെ അവസ്ഥ വിശുദ്ധിയാണ്. പിന്നീട് നമ്മളായിട്ടാണ് കളങ്കപ്പെടുത്തിയത് മുഴുവൻ. എതിരഭിപ്രായങ്ങൾ പറയാം. പെരിയാറ് ചുവന്നൊഴുകുന്നു അല്ലേ? നമ്മളെ മഴ, ആസിഡ് മഴ പെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം അല്ലേ? നേരെ വെളുക്കുമ്പോൾ കണ്ടോ നല്ല ശുദ്ധമായ സുപ്രഭാതം അല്ലേ? ഇപ്പോൾ ശ്വാസം കഴിച്ചു നോക്കാൻ നല്ലൊരു സുഖം കിട്ടുന്നില്ലേ? നല്ല ഓക്സിജനുള്ള അന്തരീക്ഷമാണ്. ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാലോ നമ്മൾ ഗുരുതരമായ വിഷവാതകങ്ങൾ പുറത്തേക്ക് കടക്കും. ഫാക്ടറികളിൽ നിന്ന്, വാഹനങ്ങളിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് പോലുള്ള ഗുരുതരമായ വിഷവാതകങ്ങൾ അല്ലേ? അതുകൊണ്ടാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ മുഖങ്ങളൊക്കെ കാണാണ്. പ്രത്യേകിച്ച് പട്ടണവാസികളുടെ മുഖങ്ങൾ ആകെ ക്ഷീണിച്ച് ആവശ്യമായി കണ്ണൊക്കെ ചോർന്ന് എവിടെയെങ്കിലും ഒന്ന് പോയി കിടക്കേണ്ടിയിരുന്നു തോന്നും. ഗ്രാമത്തിലാണെങ്കിൽ അത്ര തോന്നില്ല അല്ലേ? നമ്മൾ എത്രയാണ് വിഷവാതകങ്ങൾ ഇങ്ങനെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമിയുടെ ശുദ്ധ പ്രകൃതി കാത്തു സൂക്ഷിക്കൽ എല്ലാ നിലക്കും നമ്മുടെ ബാധ്യതയാണ്. എല്ലാ നിലക്കും ആ നിലക്കുള്ള നിരന്തരമായ ശുദ്ധീകരണ പ്രക്രിയ നടക്കണം. മനസ്സിൻ്റെ ശുദ്ധീകരണം ഇബാദത്തുകളിലൂടെ നടക്കും അല്ലേ? അതേപോലെ നമ്മുടെ ചുറ്റുപാടിനെ ശുദ്ധീകരിക്കുന്ന കാര്യത്തിൽ നിരന്തര ശ്രമം നടക്കണം. അവിടെയാണ് പിന്നെ ചെടി നടലും മരം വെച്ച് പിടിപ്പിക്കലും ഒക്കെ വളരെ പ്രധാനമായി തീരുന്നത് അല്ലേ? ശുദ്ധ ജലം, ജലാശയങ്ങൾ നിർമ്മിക്കലും ശുദ്ധീകരിക്കലൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നപ്പോഴാണ്. ഖിയാമത്തിൻ്റെ വെളിയാളം കേട്ട് കഴിഞ്ഞാൽ പോലും ആരുടെയെങ്കിലും കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ അത് അവൻ നട്ട് പിടിപ്പിക്കട്ടെ. ആർക്ക് വേണ്ടിയോ അല്ലേ? ആർക്കും കിട്ടൂലല്ല, അയാൾക്കും കിട്ടൂല, മക്കൾക്കും കിട്ടൂല. പക്ഷെ അയാൾക്ക് ചെയ്യട്ടെ. ആലോചിച്ചു ഇസ്ലാമിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രദേശങ്ങൾ അപ്പോഴും അയാൾക്ക് നട്ടുപിടിപ്പിക്കണം. അപ്പോൾ അയാൾക്ക് അള്ളാഹുവിന് പുണ്യം കിട്ടും. കാരണം അള്ളാഹുവിൻ്റെ ഈ ഭൂമി പിന്നെ അതിൻ്റെ വിശുദ്ധിയോടെ നിലനിർത്തുന്ന അയാളുടെ ബാധ്യതയാണ്. നമ്മൾ എത്ര ചെടികൾ വെച്ച് പിടിപ്പിച്ചാലും ആ ചെടികളൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്കൊരിക്കലും മനസ്സിലാവാത്തൊരു സംഗതിയാണ്. ചെടികൾ സംസാരിക്കാം, നമുക്ക് ആത്മാവുണ്ടാവും എന്നൊക്കെ ചോദിക്കില്ലേ? അവ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നു. അവ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കും. ആ തസ്ബീഹുകളുടെ പുണ്യം മുഴുവൻ നമുക്ക് കിട്ടും. അതുകൊണ്ട് പരമാവധി ചെടികളും പിന്നെ കൃഷിയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. ടെറസിന് മുകളിലായാലും മതി. നിങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ ഫ്ലാറ്റിലാണ് വരുന്നത് അല്ലേ? എവിടെയാലും കുഴപ്പമില്ല, പരമാവധി ചെടികൾ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ അത് ഈ ഇസ്ലാമിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇസ്ലാമിന് ഫസാദ് എന്ന് പറഞ്ഞത്
ചെറിയൊരു രണ്ട് വാക്കല്ല, ഇങ്ങനെ ഒന്ന് കുഴപ്പം ഒന്ന് നന്മ എന്നുള്ളതല്ല, മറിച്ച് അതിവിശാലമായി പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അള്ളാഹു ഉപയോഗിച്ച രണ്ട് സാങ്കേതിക പ്രയോഗങ്ങളാണ്. അപ്പോൾ അത് വിശദമായിട്ട് പഠിക്കാവുന്നതാണ്, ഒരുപാട് വികസിക്കാവുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതാണ് ഇവരോട് പറഞ്ഞത് അല്ലേ, മുനാഫിക്കുകളോട് നിങ്ങളായിട്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. അപ്പോൾ അവർ പറഞ്ഞു ഇന്നമാൻ മുസ്ലിമും, ഞങ്ങൾ നന്മ മാത്രമേ ഉദ്ദേശിക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഫാക്ടറിക്കാരോടും അങ്ങനെയുണ്ടല്ലോ, പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടൊക്കെ വല്ലതും പറഞ്ഞാൽ അവരിത് തന്നെ പറയും, ഞങ്ങൾ നാടിൻ്റെ വികസനം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, നിങ്ങൾ വികസന വിരോധികളാണ് അല്ലേ. നിങ്ങൾ പരിസ്ഥിതിക്ക് വേണ്ടി ശ്രദ്ധിച്ചാൽ അപ്പോൾ നിങ്ങൾ വികസന വിരോധികളാണ്. ഇന്നമാൻ മുസ്ലിമൂൻ, ഞങ്ങൾ വികസനവാദികളാണ് എന്നാണ് പറയുന്നത്. ഇന്നമാൻ മുസ്ലിമൂൻ ഇന്നത്തെ ഭാഷയിൽ. അപ്പോൾ അർത്ഥമില്ല. 11 നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും, നിശ്ചയം ഞങ്ങൾ നന്മ ചെയ്യുന്നവർ മാത്രമാണ്. നിശ്ചയം ഞങ്ങൾ നന്മ ചെയ്യുന്നവർ മാത്രമാണ്. അങ്ങനെ ഒരു ഒറ്റവാക്കിൽ മറുപടി പറയും. അള്ളാഹുവാണ് ഇനി വെളിപ്പെടുത്താൻ പോകുന്നത് എന്താണ് യാഥാർത്ഥ്യം. അലാ അറിയുക, ഒരു ആഹ്വാനം. അല എന്ന് പറഞ്ഞാൽ അതിന് ക്രിയാരൂപമില്ല, നാമനിലക്കുള്ള പ്രയോഗമല്ല. അല ആണല്ലോ, എന്നൊക്കെ വിളിച്ചിട്ട് ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്ന ഒരു ശൈലിയാണ് അല. അപ്പോൾ അത് നമ്മൾ അറിയുക എന്നാണ് അർത്ഥം പറയാം. ക്രിയാരൂപമില്ല, അല്ല ആയുമാണ്, അല്ലെങ്കിൽ അത് അല്ലയോ എന്നാലോ ആ ചോദ്യമാണല്ലോ, ആ ഒരു ചോദ്യമാണ്. ആണോ എന്നുള്ള ചോദ്യമാണ്. ഇല്ല അല്ല, അപ്പൊ അല്ലയോ എന്നൊക്കെ ആവാം. എന്നാലും അറിയുക എന്ന് പറയാം. നിങ്ങൾ അറിയണം, നാട്ടുകാരെ നിങ്ങൾ അറിയണം, അല്ല അറിയുക എന്നാണ്. ഇന്നഹും നിശ്ചയം അവർ, ഇന്ന നിശ്ചയം ഹും അവർ, ഹുമുൽ മുഫ്സിദൂൻ. ഹും രണ്ട് ഹുമുണ്ട്. അതിനങ്ങനെ ഇന്നഹും നിശ്ചയം അവർ, പിന്നെയും പറയാണ് ഹുമുൽ മുഫ്സിദൂൻ. എന്തിനാ അവർ ഒരാകുന്നാണ് ഇത് അവര്. അപ്പൊ രണ്ടാമത്തെ പറയും അവരുണ്ടല്ല, അവര് തന്നെ എന്ന് പറയില്ലേ, അതാണ്. അപ്പൊ അവർ തന്നെ, അങ്ങനെ അതിനാണ് ആവർത്തിച്ചത്. അവർ തന്നെ എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് ഹും എന്ന് പറഞ്ഞത്. ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ. മുഫ്സിദ് കുഴപ്പക്കാരൻ, അവർ തന്നെയാണ് കുഴപ്പക്കാരൻ. അവരങ്ങനെയൊക്കെ പറയും, എന്നാൽ അവരുണ്ടല്ല, അവര് ശരിയായ കുഴപ്പക്കാരാണ്. ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ. അങ്ങനെയാണ്. നേരത്തെ ഇതുപോലൊരു പ്രയോഗം വന്നിരുന്നു. അവർ ഉലായിക ഹും, അല്ലേ? ഉലായിക ഹുമുൽ എന്തായിരുന്നു? ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അല്ലേ? ഉലായിക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ തന്നെയാണ് വിജയികൾ എന്നാണ് അവിടെ അർത്ഥം പറഞ്ഞു. ഉലായിക അവർ, ഹും അവർ, അൽ മുഫ്ലിഹൂൻ വിജയികൾ, അവർ തന്നെയാണ് വിജയികൾ.
വല അറിയുക, ഇന്നഹും നിശ്ചയം അവർ തന്നെയാണ് അൽ മുഫ്സിദൂൻ കുഴപ്പക്കാർ. മുഫ്സിദ് എന്ന് എഴുതിയില്ലേ? മുഫ്സിദ് കുഴപ്പക്കാരൻ. ഇതിന്റെ എതിരെന്തായിരുന്നു? മുഫ്സിദ് കുഴപ്പക്കാരൻ. മുഫ്സിദൂൻ കുഴപ്പക്കാർ. അലാ ഇന്നഹും, അലാ അറിയുക, ഇന്നഹും നിശ്ചയം അവർ, ഹുമുൽ മുഫ്സിദൂൻ അവർ തന്നെയാണ് കുഴപ്പക്കാർ. വലാകിൻ പക്ഷേ, എന്നാൽ പക്ഷേ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇങ്ങനെ എഴുതണം. എന്നിട്ട് ഇവിടെ ചേച്ചു വയ്ക്കണം. ലാക്കിൻ എഴുതുമ്പോൾ ലാമിന് ഫത്ഹ കൊടുക്കണം. ഇനിയോ ലാമിനകത്ത് ചെറിയൊരു അലിഫ് കൊടുക്കണം. ലാമാകാൻ വേണ്ടിയിട്ട് ചെറിയൊരു അലിഫ് കൊടുക്കണം. ലാക്കിൻ എന്നപ്പോഴാവുള്ളൂ. ഖുറാനിൽ ഈ ലാം കുറച്ചുകൂടി ഇങ്ങനെ ശരിക്കും കാഫിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ലാക്കിൻ ഒരിക്കലും ഇങ്ങനെ എഴുതില്ല. ഇങ്ങനെ ലാക്കിൻ ഇങ്ങനെയല്ല ശരിക്കും വേണ്ടിയിട്ട് അല്ലെ? ഇങ്ങനെ എഴുതാറില്ല, ഇങ്ങനെയും എഴുതില്ല. ഇങ്ങനെ ലാക്കിൻ ഇങ്ങനെ മുറിച്ചെഴുതില്ല, ഇങ്ങനെ ഒന്നിച്ച് തന്നെ എഴുതാറുള്ളൂ. ഖുറാനിലൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ മാത്രം, ഇങ്ങനെ ഖുറാനിൽ ഉണ്ടാവുള്ളൂ. ലാക്കിൻ പക്ഷേ, എന്നാൽ ലാക്കിൻ വലാക്കിൻ എന്നാൽ ലാ യശ്ഉറൂൻ അവർ അറിയുന്നില്ല. ലാ ഇല്ല, ശഅറ യശ്ഉറു അറിഞ്ഞു. അതെവിടെയാണ് പഠിച്ചത്? ശഅറ യശ്ഉറു അറിഞ്ഞു മുകളിൽ പഠിച്ചില്ലേ? 9-ാമത്തെ ആയത്ത് അവസാനിച്ചത് വമാ യശ്ഉറൂൻ എന്നായിരുന്നു. ഇവിടെ ലാ യശ്ഉറൂൻ അവർ അറിയുന്നില്ല. എന്താണ് ശഅറയുടെ ആശയത്തിലുള്ള പ്രത്യേകത? അറിഞ്ഞു മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയുക അല്ലെ? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതിനാണ് ശഅറ ഉപയോഗിക്കുന്നത്. അപ്പൊ അവര് സമ്മതിച്ചത് സന്നദ്ധമല്ല. എന്തുകൊണ്ടാണ് അവരിത് അറിയാത്തത്? അവർക്ക് തികച്ചും നൈമിഷികമായ, താൽക്കാലികമായ, ബാഹ്യമായ പ്രയോജനങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ. താൽക്കാലികമായ നേട്ടങ്ങളില്ല. അതിനുവേണ്ടിയാണ് അവര് ഈ കാപട്യത്തിന്റെ നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ടൊന്നും മനസ്സിലേക്ക് കൊടുക്കുന്നില്ല. മനസ്സിൽ കൊടുത്ത് ചിന്തിക്കാൻ അവർ സന്നദ്ധരല്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആളുകളാണെന്ന് പറയുകയും എന്നിട്ട് അതിന് എതിര് പ്രവർത്തിക്കുകയും ചെയ്യാണ് അവർ അല്ലെ? അതിനകത്ത് ശത്രുക്കളായിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അവരത് മനസ്സുമായി ബന്ധിപ്പിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവർക്ക് അങ്ങനെ ആകാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ അങ്ങനെ അവർ ചിന്തിക്കുന്നില്ല. അതാണ് പിന്നെ അവർ അറിയുന്നില്ല എന്ന് പറഞ്ഞത്. 12-ാമത്തെ ആയതിന്റെ അർത്ഥം എഴുതുക. ആയത്ത് എഴുതാൻ നിങ്ങൾ വഴി വിടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? നമ്മൾ തുടക്കത്തിൽ ഒരു കരാറുണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ ആയത്ത് എഴുതും, എന്നിട്ട് അതിൻ്റെ താഴെ അർത്ഥം എഴുതും, എന്നിട്ട് കുറേ ആയത്തുകളാകുമ്പോൾ നിങ്ങൾ എന്നെ കൊണ്ടുവന്ന് കാണിക്കും എന്നൊക്കെയാണ് നമ്മൾ കരാറ്. പറയുന്നില്ല. കുറച്ചൊരു 10 പേരുടെ ബുക്ക് വെക്കുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് കൊണ്ടുവന്ന് തരും. എല്ലാവരും കൂടി വെക്കരുത്, അപ്പോൾ ഞാൻ ഓട്ടോ വിളിക്കേണ്ടി വരും. കുറച്ച് പേര് തരികയാണെങ്കിലേ പിന്നെ ഹാൻഡ് റൈറ്റിങ്ങൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പം അങ്ങനെ ചെയ്യണം. അപ്പം അതുകൂടെ മനസ്സിൽ വേണം. ഇതൊരാൾ പിന്നീട് ചെക്ക് ചെയ്യും ഒന്നുകൂടി മനസ്സിൽ കരുതിക്കൊണ്ട് വരിക. അപ്പം അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നന്നാവും. അപ്പം അർത്ഥം 12 അറിയുക. നിശ്ചയം
അവർ തന്നെയാണ് കുഴപ്പക്കാർ. അവർ തന്നെയാണ് കുഴപ്പക്കാർ. എന്നാൽ അവർ തിരിച്ചറിയുന്നില്ല. അവർ തന്നെയാണ് കുഴപ്പക്കാർ, എന്നാൽ അവർ തിരിച്ചറിയുന്നില്ല. വലാകിൻ ലാ യശ്ഉറൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ഖീല ലഹും ആമിനൂ കമാ മദ്ദുണ്ട് അല്ലേ? ഹാ നീട്ടിയിട്ട് നിർത്തണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹംസ വെളിപ്പെടുത്തേണ്ടതില്ല. പിന്നെ അതിൽ 2 ക്രമം അല്ലേ? ക്രമം. പിന്നെ കമയിൽ മദ്ദുണ്ട്, 2 കമയുടെ കൂടെ മദ്ദുണ്ട്, നീട്ടേണ്ടതുണ്ട്. പിന്നെ കാലു അവിടെ നീട്ടാനുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാനാണ്. അപ്പോൾ എത്ര മദ്ദുണ്ട് അവിടെ? ആ ഭാഗത്ത് തന്നെ 1, 2, 3, 4 മദ്ദുണ്ട് അല്ലേ? കഴിയെങ്കിൽ ഒന്ന് ചോദാവുന്നതാണ്, അല്ലെങ്കിൽ മുറിച്ച് ചോദാവുന്നതാണ്. وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ قَالُوا എന്ന അക്ഷരം നല്ല മുഴക്കത്തോടെ ഉച്ചരിക്കേണ്ടതാണ്. അല്ല, അതിൻ്റെ ഉത്ഭവസ്ഥാനം അടിവയറാണ്. അടിവയറിൽ മസിൽ കുറിച്ചുകൊണ്ടാണ് ഹ എന്ന് പറയേണ്ടത്. അതാണ് ഇഖ്ലാസോടുകൂടിയുള്ള പറയൽ. ഹ എന്ന് പറയണം. ഈ ആയത്തിൽ ഇപ്പോൾ ഇവിടെ 3 ഹ വന്നു. പിന്നെ അല്ലേ? ألا إنهم هم السفهاء ولكن لا يعلمون. ഇനി അവരുടെ മറ്റൊരു നമ്പറാണ് പറയുന്നത്. وإذا قيل لهم, അവരോട് പറയപ്പെട്ടാൽ. നേരത്തെ ഒന്നുമില്ല. وإذا قيل لهم لا تفسدوا. وإذا قيل لهم, അവരോട് പറയപ്പെട്ടാൽ ആമിനു. ആമന വിശ്വസിച്ചു എന്നാണ് നേരത്തെ നമ്മൾ പഠിച്ചാണ് അല്ലേ? ആമന യുഗ്മിനു. ഇവിടെ മീമിന് കസ്റല്ലേ? ആമിൻ എന്നാണ്. ആമിൻ ആമിനല്ല, ആമിൻ. ഇത് അമ്രിൽപ്പെട്ട വാക്കാണ്. അമ്ര എന്ന് പറഞ്ഞാലോ കൽപ്പന ക്രിയ. കൽപ്പനക്രിയയാണ്, ഒരാളോട് കൽപ്പിക്കുന്ന രീതിയാണ്. ഏത് ക്രിയയിലും കൽപ്പന രൂപം ഉണ്ടാക്കിയെടുക്കാം. മലയാളത്തിൽ അങ്ങനല്ലേ? തിന്നു, നീ തിന്ന്, ഇങ്ങനെ പറയാം.
അപ്പോ ആമന വിശ്വസിച്ചു. ആമീൻ, നീ വിശ്വസിക്കൂ, നീ വിശ്വസിക്കൂ കൽപ്പന അല്ലേ. ആമീൻ, നീ വിശ്വസിക്കൂ. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അറബിയില് ആശയങ്ങൾ മാറുമ്പോൾ ചെറിയ ഹർക്കത്തിന്റെ വ്യത്യാസങ്ങൾ മാത്രം. ആമീൻ, നീ വിശ്വസിക്കൂ എന്നാണ്. ഇനി ഇതിനെ നിങ്ങൾ നോക്കാൻ എന്താ ചെയ്യാം? വാവും അലിഫും ചേർത്ത് കൊടുക്കാം. അപ്പോ ആമീനു വാവും അലിഫും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാവും. ആമീൻ, നീ വിശ്വസിക്കൂ. അർത്ഥം നീ വിശ്വസിക്കൂ. ആമീനോ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ വിശ്വസിക്കുവിൻ. ആമീനോ, നിങ്ങൾ വിശ്വസിക്കുവിൻ എന്നാണ്. ഈ സൂറയിൽ നമ്മൾ നേരത്തെ എവിടെയെങ്കിലും അമ്ര പഠിച്ചോ? കൽപ്പന നീ ചെയ്യൂ എന്ന രൂപത്തിൽ ഉണ്ടാവും. ഇല്ല. ഈ സൂറയിലെ ആദ്യത്തെ കൽപ്പനക്രിയയാണ് ആമീൻ. ആമീനോ എന്നത് ആദ്യത്തെ കൽപ്പനക്രിയയാണ്. അമ്മ ജിസുവിലൊക്കെ ഒരുപാട് പഠിച്ചില്ലേ അല്ലേ? കുൽ കൽപ്പനയില്ലേ? ഈ ഹിന്ദി നീ വഴി കാണിക്കോ, അതൊരു കൽപ്പനയാണ്. അതുപോലെ ഒരുപാട് പഠിച്ചിരുന്നു. സല്ലി, നീ നമസ്കരിക്കോ. അപ്പോൾ ഈ സൂറയിൽ ആദ്യത്തെ അമ്രാണ്, കൽപ്പനക്രിയയാണ് ആമീൻ അല്ലേ. ഇനി ഇത് നേരെ മറിച്ച് ഇത് തന്നെ നിരോധക്രിയാവും. നിഷേധവും നിരോധവും. നിരോധിക്കാം, ചെയ്യരുത്. ഇങ്ങനെയാണ്. ലാ മുമ്പിൽ വന്നാൽ മതി. ലാ മുമ്പിൽ വന്നത് നേരത്തെ പഠിച്ചില്ലേ? ഇവിടെ ലാ തുഫ്സിദു, ഇത് നിരോധക്രിയാണ്. ചെയ്യരുത്, ഇത് നെഗറ്റീവായിട്ടുള്ള കൽപ്പനയാണ് അല്ലേ. ലാ തുഫ്സിദു, നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്, ഇത് നിരോധമാണ്. ലാ മുമ്പിൽ ഉണ്ടെങ്കിൽ നിരോധമായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ഇതുപോലെയാണെങ്കിൽ കൽപ്പനയായിരിക്കും. അപ്പോൾ ആമീനു, നിങ്ങൾ വിശ്വസിക്കുവിൻ. ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ആമീനു, നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് പറയപ്പെട്ടാൽ, ഖാലു, അപ്പോൾ അവർ പറയും. എന്താ പറയുക മറുപടി? ആമീനു ആയിട്ട് എന്താണ്? കമ ആമന നാസുണ്ട്. കമ കമ എന്ന് പറഞ്ഞ എത്ര അക്ഷരം? നമ്മൾ മലയാളത്തിൽ കമ എന്ന് പറയും അല്ലേ. ഞാൻ കമ എന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല, അത് തന്നെ കള്ളമാണ്. കമ എന്ന് പറഞ്ഞ ഒരു അക്ഷരമല്ലേ. ഇതുപോലെ കമ എന്നൊരു അക്ഷരം ഞാൻ മുന്നിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ കമയാണിത്, ആ കമ അല്ല അല്ലേ. കമ പോലെ എന്നാണ് ഇവിടെ അർത്ഥം. ക എന്ന് പറഞ്ഞാൽ തന്നെ മതി ശരിക്കും പോലെ എന്ന് പറയാണ്. ക നേരത്തെ നമ്മൾ പഠിച്ചിട്ടില്ലേ അമ്മ ജുസുവില്? ക വൈക്കോൽ പോലെ, വൈക്കോൽ പോലെ ചവച്ചരക്കപ്പെട്ട. അപ്പോൾ ക പറയാൻ പോലെ പറയാൻ ഇത്ര മതി ശരിക്കും. പക്ഷെ ഇവിടെ ഒരു വിഷയം പറയാൻ പോവാണ് അല്ലേ. എന്താണ് അവർ പറഞ്ഞത്? അതുപോലെ എന്നുള്ള അർത്ഥത്തിലാണ്. കമ എന്ന് പറയുമ്പോൾ അത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കമ എന്ന് പറയുമ്പോൾ അതുപോലെ എന്ന് പറയുന്നത് ഏതുപോലെയാണോ അതുപോലെ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ അർത്ഥമൊന്നുമില്ല, പോലെ എന്ന് തന്നെ മതി. അപ്പൊ കമ പോലെ. അപ്പോൾ ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ആമീനു, നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് പറയപ്പെട്ടാൽ, കമ പോലെ. എന്തുപോലെ? ആമന നാസ്, ആമന വിശ്വസിച്ചതുപോലെ. കമ ആമന വിശ്വസിച്ചതുപോലെ. അന്നാസ് ജനങ്ങൾ അല്ലേ. ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുക. അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ കാണുന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച് അങ്ങേയറ്റത്തെ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന, പ്രവാചക കൽപ്പനകൾ അക്ഷരം പ്രതി പാലിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾ കാണുന്നില്ല ഈ മദീനയില്. നിങ്ങൾക്കും അതുപോലെ വിശ്വസിച്ചാൽ പോലെ ഞാൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആമീനു കമാ ആമന നാസ്, ജനങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കും. അവിടെ ജനങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസികളാണ് അല്ലേ. അപ്പോൾ മറ്റു വിശ്വാസികളെ പോലെ നിങ്ങൾ വിശ്വസിക്കോ എന്ന് അവരോട് പറയപ്പെട്ടാൽ, നാസ് ജനം അറിയാലോ.
സൂറത്തുൽ നാസ് നേരത്തെ വന്നിട്ടുണ്ട്. ഈ സൂറയിൽ ആദ്യമായിട്ടാണ് നാസ് അല്ലേ? ആദ്യമായിട്ടാണ്. അപ്പോൾ കമാ ആമനന്നാസ്, ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഖാലൂ, അപ്പോൾ അവരുടെ മറുപടി എന്താ? ഒരു മറുപടി, ഒരു ചോദ്യമാണ്. ഒരു മറുപടി ചോദ്യമാണ്. എങ്ങനെ മനസ്സിലായത്? ആ ചോദ്യമാണ് അല്ലേ? ആണോ എന്നാണ് ആ ചോദ്യം. ആണോ? ആമന വിശ്വസിച്ചു, യുഗ്മിനു വിശ്വസിക്കുന്നു, നുഗ്മിനു ഈ നൂന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ, ബാക്കി വിശ്വാസം തന്നെയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. നുഗ്മിനു ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ്. നുഗ്മിനു ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് മുമ്പിലൊരു ആയുണ്ട്. അപ്പൊ ചോദ്യം, ഞങ്ങൾ വിശ്വസിക്കുകയോ? ഞങ്ങൾ വിശ്വസിക്കുകയോ? അത്ഭുതത്തോടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ എന്തായി പറയുന്നത്? ഞങ്ങൾ അതൊന്നും കേട്ടൂല. ഞങ്ങൾ വിശ്വസിക്കുകയോ? അനുഗ്മിനും ഞങ്ങൾ വിശ്വസിക്കുകയോ? ഞങ്ങൾ വിശ്വസിക്കുകയോ? അനുഗ്മിനും ഇങ്ങനെ കമ പോലെ അല്ലെ? വീണ്ടും പറയണം. കമ ആമന വിശ്വസിച്ചതുപോലെ, വിശ്വസിച്ചതുപോലെ. കമ ആമന അനുഗ്മിനും കമ ആമന വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? ആര് വിശ്വസിച്ചതുപോലെ? അസ്സുഫഹ വിഡ്ഢികൾ. ഉണ്ടാവും. നേരത്തെ പറഞ്ഞില്ലായിരുന്നു ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾക്ക് വിശ്വസിച്ചുകൂടെ എന്നാണ് ചോദ്യം. അപ്പോൾ അവരുടെ മറുചോദ്യമാണ് വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? അങ്ങനെയാണ് അവർ മറുചോദ്യം. ഒരു വിഡ്ഢിക്ക് എന്താ പറയാ? എന്നാണ് പറയാൻ. നമ്മൾ അറിഞ്ഞിരിക്കണം. വിളിക്കാൻ വേണ്ടിയിട്ടല്ല, വിളിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ മക്കൾക്ക് പേര് ഇങ്ങനെ കേടും അല്ലേ? അങ്ങനെയൊക്കെയാണ് ശീലം. സഫി കേൾക്കാൻ വലിയ രസമുണ്ട്. വെഡ്ഡി എന്നാണ്. സഫീന് വെഡ്ഡി. ജന്മം ആണ് സുഫഹ. സുഫഹ വെഡ്ഡികൾ. സഫി ജന്മ സുഫഹ വെഡ്ഡികൾ. വെഡ്ഡികൾ. ഇപ്പോൾ വിശ്വാസികൾ വെഡ്ഡികളായി അല്ലേ? വിശ്വസിച്ചവർ വെഡ്ഡികളായി. ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുവിൻ എന്ന് പറയപ്പെട്ടാൽ ഹാലു അവർ പറയും അനുഗ്മിനു ഞങ്ങൾ വിശ്വസിക്കുകയോ? കമാ ആമന വിശ്വസിച്ചതുപോലെ. അസുഫഹ വെഡ്ഡികൾ. സുഫഹാന്ന് വെഡ്ഡിയാണ്. ഇതെന്തിനാണ് എൻ്റെ കൂടെ അലിഫ്ലാമ? ആ വെഡ്ഡികൾ. ഏത് വെഡ്ഡികൾ? ഇപ്പൊ അവരുടെ മുമ്പിലുള്ള മുഅ്മിനീങ്ങൾ ഉണ്ടല്ലോ, മുനാഫിക്കുകളുടെ മുമ്പിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾ, അവരെ പോലെയാണ് ആ വെഡ്ഡികളെ പോലെ എന്ന് പറയാം. എന്താ ഇവർക്ക് ഇങ്ങനെ തോന്നാൻ കാരണം? മുഅ്മിനീങ്ങൾ വെഡ്ഡികളാണ്. എന്താ കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളെ കുറിച്ച് കരുതുന്നുണ്ടാവും ആളുകൾ ഇതൊരു വെഡ്ഡികളാണ്, ഒട്ടും പ്രാക്ടിക്കലല്ല അത് പറയില്ലേ? അത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യുമ്പോൾ ആ വിശ്വാസം മനസ്സിൽ പ്രവേശിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ആ ചെയ്യുന്നതൊക്കെ വിഡ്ഢിത്തായിട്ട് അവർക്ക് തോന്നാം. കണ്ടില്ലേ, ഒരു മനുഷ്യൻ അദ്ദേഹം പറയുന്ന അനുസരിച്ച് ഒരു ജീവിക്കുകയാണ്. അയാൾ മക്കയിൽ നിന്ന് കടന്നു വന്ന ആളാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ നാട്ടുകാരോട് പലതും കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നാട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അയാളാണ് പറയേണ്ടത് അല്ലേ? അതൊരു വിഡ്ഢിത്തമല്ലേ? ഈ നാട് ഭരിക്കാൻ ഈ നാട്ടുകാരില്ലേ?
പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ നേതാവാക്കിയിരിക്കുന്നത് ഇവിടെ കൊള്ളാമെന്നില്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് അയാൾ പറയുന്നതൊക്കെ വിശ്വസിക്കുന്നു. സ്വർഗമുണ്ട് നരകമുണ്ടെന്നൊക്കെ പറയുമ്പോൾ അല്ലേ, യുദ്ധത്തിന് പുറപ്പെടുമെന്ന് പറയുമ്പോൾ അപ്പോൾ പുറപ്പെടുകയാണ്. സമ്പത്ത് കൊടുക്കാൻ പറയും ഉടനെ കൊടുക്കുന്നു, ചോദിച്ചതിൽ കൂടുതലാണ് കൊടുക്കുന്നത്. ജീവൻ കളയുന്നു അയാളുടെ വാക്ക് കേട്ടിട്ട്. ഈ യുദ്ധത്തിൽ മരിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? സ്വർഗം എന്ന് പറയുമ്പോഴേക്കും ആളുകൾ ചാടി വീഴാണ്. ഇതിലപ്പുറം കിട്ടിയിട്ടും വേറെ വല്ലതും ഉണ്ടാവും. ഇതാണ് അവരുടെ ചിന്ത. എന്താണ് അവർ അങ്ങനെ ചിന്തിക്കുന്നത്? അവർ കാര്യങ്ങളെ ബാഹ്യമായി പ്രത്യക്ഷത്തിൽ മാത്രം വിലയിരുത്തുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അല്ലേ? അതുകൊണ്ട് അവർക്ക് നമ്മൾ കിട്ടിയതായിട്ട് തോന്നുന്നു. മനസ്സിലാവും. പക്ഷെ ഇത് അങ്ങനെ ആയിരിക്കില്ല. ഇതൊരു സ്വകാര്യ സംഭാഷണത്തിൽ ശൈലിയാണ്. തുറന്നവർ പറയുന്നില്ല. സ്വകാര്യ സംഭാഷണങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവരൊന്ന് നന്നാക്കി കളയാന്ന് കരുതിയിട്ട് നല്ല മനുഷ്യനാൾ പോയിട്ട് സംസാരിക്കുമ്പോൾ അപ്പോഴുണ്ടാകുന്ന പ്രതികരണങ്ങളാണ്. ഇനി പുറത്തൊരാൾ അറിഞ്ഞാൽ അപ്പോൾ അവരതിനെ മാറ്റി വേറെ വ്യാഖ്യാനങ്ങൾ പറയും. അങ്ങനല്ലേ നമ്മുടെ നേതാക്കളൊക്കെ പ്രസ്താവനകൾ നടന്നു കാണില്ലേ? അടുത്ത ദിവസം തന്നെ അത് നിഷേധിച്ചുകൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടെന്നെ വ്യാഖ്യാനിക്കും. എന്ന പോലെ വ്യാഖ്യാനിക്കാൻ നല്ല കഴിവുള്ളവരാണ് ഇവർ. അപ്പോൾ അത് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് പരസ്യ പ്രസ്താവനയാവില്ല. പരസ്യ പ്രസ്താവനയാകുമ്പോൾ പറഞ്ഞ പോലെ ഇത് കുഫ്റായിട്ട് മാറും അല്ലേ, പ്രത്യക്ഷത്തിൽ അവർ പ്രഖ്യാപിക്കുമ്പോൾ. അപ്പോൾ കമാന സുഫഹ. അപ്പൊ അങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുക. അപ്പൊ പരലോക ബോധമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്തതൊക്കെ വിഡിത്തമാണ് അല്ലേ. ഒരു കച്ചവടക്കാരൻ കടയിൽ നല്ല തിരക്കുള്ള സമയത്ത് ഇറങ്ങി ഓടുകയാണ്, വാങ്ങു കൊടുത്തു പറഞ്ഞ് ഇറങ്ങി ഓടുക. അല്ലെങ്കിൽ ഒരു കച്ചവടം കിട്ടുന്ന സമയമാണ്. അപ്പോൾ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് തോന്നില്ലേ ഇയാളത് കിട്ടിയാൽ. അതുവരെ ആരും ഉണ്ടായില്ല കടയിൽ. 4 ആൾ കയറിയപ്പോൾ വാങ്ങു കൊടുത്തു പറഞ്ഞ് ഇറങ്ങിപ്പോയി. അല്ലേ, കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയിട്ട് അതിൽ സക്കാത്ത് കൊടുക്കണമോ 2.5% സക്കാത്ത് കൊടുത്തു. പിന്നെ പോയ സദക്കാന്ന് പറഞ്ഞ് വേറെ കൊടുത്തു. ഇതൊക്കെ കാണുമ്പോൾ ആരെ ചിരിച്ചു പോകാത്ത ആ കാശ് കൊണ്ട് എന്തൊക്കെ ചെയ്യായിരുന്നു അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് ഭൗതികമായിട്ട് ബാഹ്യമായി കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ അത്ര ചിന്തിക്കാൻ കഴിയുള്ളൂ. അത് സംഭവിക്കണം. അതേസമയം മുഅ്മിനിന്റെ നിലപാട് എന്താ? അതിനൊക്കെ അപ്പുറമാണ് അല്ലേ. അയാളുടെ പ്രത്യേകത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത് അമില ലിമാ ബഅദൽ മൗത്ത്. അമില അയാൾ പ്രവർത്തിക്കുന്നു ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തരമുള്ള ലോകത്തിന് വേണ്ടിയാണ് അയാളുടെ പ്രവൃത്തികൾ മുഴുവൻ. ദുനിയാവില് പിന്നെ നല്ല സാമർത്ഥ്യം പ്രകടിപ്പിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നല്ല കാക്കക്കണ്ണുള്ള ആള് അല്ലെ. എന്തെങ്കിലും ഒരു കച്ചവട സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ ചാടി വീണ് എല്ലാവരും അറിയുന്നതിന് മുമ്പ് തന്നെ അത് അറിഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര സാമർത്ഥ്യമുള്ളതെന്ന് പറയില്ലേ, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ മുഅ്മിൻ അതല്ല അയാളുടെ യഥാർത്ഥ കണ്ണ്. സ്വർഗത്തിൽ എങ്ങനെ പരലോകത്ത് എങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും അയാളുടെ ശ്രമങ്ങൾ. അപ്പോൾ ആരാ ശരിക്കും ദീർഘവീക്ഷണമുള്ള ആള്? മുഅ്മിനാണ് അല്ലേ. ഭൗതികൻ വെറും ദുനിയാവുമായി ബന്ധപ്പെട്ടാണ് അയാളുടെ എല്ലാ സാമർത്ഥ്യവും ദീർഘവീക്ഷണവും. മുഅ്മിൻ അങ്ങനല്ല. ഈ ദുനിയാവിനും അപ്പുറം വരാനിരിക്കുന്ന മറ്റൊരു ലോകത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് അയാളുടെ എല്ലാ നിലപാടുകളും. അപ്പോൾ നല്ല അതിദീർഘവീക്ഷണമുള്ള ആളാണ് മുഅ്മിൻ എന്ന് മനസ്സിലാവുന്നു. പക്ഷെ ഇവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇവർ ഒറ്റ വാക്കിൽ ഇവരെ വിഡ്ഢികളാണ് പറയുന്നത്. അപ്പോൾ കമാ ആമന സുഫഹ, ഇവരൊക്കെ പ്രാക്ടിക്കൽ എല്ലാം ഉള്ളതാണ്. സമുദായം പലപ്പോഴും അങ്ങനെ ചിന്തിച്ചു കളയാറുണ്ട് അല്ലേ. സമുദായത്തിലെ ആളുകൾ പറയില്ലേ, പലിശക്ക് കടമെടുക്കാൻ പാടില്ല, പലിശ ലോൺ എടുക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ സമുദായം ഇങ്ങനെ പുരോഗമിക്കും. ഇങ്ങനെ വളരെ പിന്നെ നിഷ്കളങ്കമായിട്ട് ചോദിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ മുസ്ലിം സമുദായത്തിന് പുരോഗമിക്കണ്ടേ, സാമ്പത്തികമായിട്ട് മെച്ചപ്പെടണ്ടേ? കേട്ടില്ല ഞാൻ ചോദിക്കുന്നു, ഞാൻ ചോദിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് അറിയാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് അല്ലേ. ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അള്ളാഹു പലിശയിൽ അധിഷ്ഠിതമായ എല്ലാറ്റിനെയും നശിപ്പിച്ചു കളയും, ഒരിക്കലും വളരില്ല, വികസിക്കില്ല. എന്നാൽ ദാനധർമ്മങ്ങൾ അള്ളാഹു വളർത്തുന്നു. അള്ളാഹു കച്ചവടം ഹലാലാക്കി പലിശ നിഷിദ്ധമാക്കി എന്നൊക്കെ പറയുന്നതിൽ ഇസ്ലാമിന്റെ ധാർമ്മിക സാമ്പത്തിക വീക്ഷണമുണ്ട്. അപ്പൊ അതുപോലെയാണിത്. കുറച്ച് പ്രാക്ടിക്കൽ ആവണം എന്നാണ് ഇവർ പറയുന്നത്. അള്ളാഹു മറുപടി പറയാണ്, അല അറിയുക, ഇന്നഹും നിശ്ചയം ഇവർ തന്നെയാണ് അസ്സുഫഹ
വിഡ്ഢികൾ ഇവർ തന്നെയാണ്. വലാകിൻ പക്ഷേ ലാ യഅലമൂൻ ഇവർ അറിയുന്നില്ല. ഇവിടെ ഇൽമാണ് ഉപയോഗിച്ചത് അല്ലേ? അലിമ യഅലമു ഇൽമ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇൽമ അറിവിൻ്റെയും ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ? ഷാറ എന്ന് പറഞ്ഞത് അനുഭവജ്ഞാനമാണ്. അനുഭവജ്ഞാനമാണ്, പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. ഇൽമ എന്നത് ചിന്തയും അതുപോലെ വായനയും അതുപോലെയുള്ള അറിവിൻ്റെ മേഖലകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. അതാണ് ഇൽമ. ബോധപൂർവ്വം അള്ളാഹു ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഇവര് ഒട്ടും ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തുന്നില്ല എന്നതാണ്. അല്ല അറിയുക, ഇന്നഹും നിശ്ചയം അവർ ഹുമുസ്സുഫഹ അവർ തന്നെയാണ് വിഡ്ഢികൾ. വലാകിൻ പക്ഷേ ലാ യഅലമൂൻ അവർ അറിയുന്നില്ല. 13 അർത്ഥം ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുകയും ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ ശരിക്കും മലയാളത്തിൽ അവരോട് പറയപ്പെടുകയാണ് വേണ്ടതില്ല എന്നതാണ്. അവർ പറയപ്പെടുകയാണ് പോലെ അതിശയിച്ചു, പക്ഷെ അതിനെ ശീലിച്ചു പോയി. അവരോട് പറയപ്പെട്ടാൽ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ ചോദിക്കും വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അറിയുക, ചോദ്യം കഴിഞ്ഞു. അറിയുക എന്ന് കഴിയുമ്പോൾ രണ്ട് കുത്തുകളാണ് അല്ലേ? അറിയുക, നിശ്ചയം അവർ തന്നെയാണ് വിഡ്ഢികൾ. അറിയുക, നിശ്ചയം അവർ തന്നെയാണ് വിഡ്ഢികൾ. എന്നാൽ അവർ അറിയുന്നില്ല. ഉദ്ദേശിക്കുന്നത് ചിന്തിക്കുന്നില്ല എന്നാണ്. നമുക്കിടയിൽ ഉണ്ടല്ല ചിലർ സജീവമായിട്ട് ഇസ്ലാമിൻ്റെ വഴിയിൽ രംഗത്ത് വന്ന സമയവും സമ്പത്തും ചെലവഴിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ? അങ്ങനെയുള്ള ആളുകൾ ചോദിക്കുമ്പോൾ പറയില്ല അയാളൊരു ഇസ്ലാമിക പ്രവർത്തകനാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനമായി ബന്ധിപ്പിച്ചുകൊണ്ടൊക്കെ പറയാം അയാൾ പ്രസ്ഥാന പ്രവർത്തകനാണ് നമ്മൾ പറയും. അപ്പോൾ അയാൾ മാത്രം അറിയാൻ മതി. അങ്ങനെ നമുക്കെന്താ അയാളെ കുറിച്ച് തോന്നുന്നപ്പോൾ അയാൾ പെട്ടുപോയ ആളാണ്. ഇതിലെങ്കിൽ ഞാൻ പെട്ടുപോയി, ഞാനതിൽ പെട്ടില്ല, ഞാനത്ര സമർത്ഥനാണ് അല്ലേ? അങ്ങനെ തോന്നുമല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുഴപ്പമില്ല അല്ലേ? നിങ്ങൾ നോക്ക്, ചില ആളുകൾ ദീനിന്റെ മാർഗത്തിൽ നിരന്തരം ഓടിച്ചാടി നടക്കുകയാണ്. അവരുടെ ജീവിതം തന്നെ അത്. അപ്പോൾ അതേ ന്യായമായി തന്നെയാണ് നമ്മുടേത്. അപ്പോൾ നമ്മളും ആ ലെവലിലേക്ക് എത്തേണ്ടതില്ല ശരിക്കും. ചിലപ്പോൾ നമ്മൾ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കും, അങ്ങനെ നീ വല്ലാതെ ഇസ്ലാമായിട്ടൊന്നും നടക്കണ്ട കേട്ടോ, അത്യാവശ്യം നിസ്കാരം നോക്കോട്ടെ മതി.
പഠിപ്പ് പിന്നെ പഠനമൊന്നുമില്ലാതെ അതുകൊണ്ട് അധികം ദീനം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന ഉമ്മമാരും ബാപ്പമാരൊക്കെ ഉണ്ട്. വല്ലാതെ ഇസ്ലാമിൻ്റെ ആളായാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു ആവറേജ് എന്നെ പോലെയൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നിസ്കാരം ഉണ്ടാവും, റമദാൻ മാസമായിട്ട് നോക്കെടുക്കാം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇസ്ലാം മതി എന്ന് ആണ് പലപ്പോഴും നമ്മളൊക്കെ നിലപാട്. അതുകൊണ്ടായിരിക്കും അപ്പുറത്തേക്ക് പോകാത്തത്. നഷ്ടക്കച്ചവടം തോന്നിയിട്ടാണ്. എന്താ കാരണം? അതിനൊരു കുഴപ്പമില്ല ഞാൻ ചോദിക്കുന്നത്. ഒരു ആത്മവിചാരത്തിന് വേണ്ടി ചോദിക്കുകയാണ്, അല്ലാതെ വേറൊന്നുമല്ല. എല്ലാവരുടെയും ബാധ്യതയാണല്ലോ ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കലും പ്രവർത്തിക്കലോ. പക്ഷേ നമ്മളെത്തും അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കും പോലെ ചിലർ വല്ലാതെ നിർബന്ധിച്ച് വാ, ഒരു ക്ലാസ്സിൽ ഒന്ന് വാ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ വിളിക്കുമ്പോൾ കുറേ നാളെ വിളിക്കും, നമ്മൾ പോയി കളയാം, അങ്ങനെ നമ്മൾ പോകും അല്ലേ? അവിടെ എന്തൊരു കുഴപ്പമില്ലേ? നമ്മളെന്തോ ഒരു സാമർത്ഥ്യമുള്ള ആൾക്കാരും അവര് പിന്നെ ഇതിങ്ങനെ പെട്ടുപോയ ആൾക്കാരും. അത് ഞാൻ പറയുന്ന വിഷയം മനസ്സിലായില്ല. അല്ലാതെ ഇതിങ്ങനെ വേറെ ഏതോ മുദ്ര അടിക്കപ്പെട്ട ഏതൊക്കെയോ മുനാഫിക്കുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക കൂട്ടരെ കുറിച്ച് പറയുന്നതല്ല. അവരൊക്കെ ഉണ്ടല്ല അല്പം ഒരു എന്താ പറയാ, ഒരു ഉൾവലി യുഗം അല്ലെ, കുറച്ചും ഒന്ന് റിസർവ് ആണ്, ദീനിന്റെ ആളായിട്ടൊക്കെ രംഗത്ത് വരാൻ സന്നദ്ധമാകാതിരിക്കാം, അത്രയൊക്കെ മതി. വല്ലാതെ ഇസ്ലാം കൊണ്ട് കളിച്ചാൽ എൻ്റെ ബാക്കി കാര്യം നടക്കില്ല എന്ന തോന്നലുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ പറയുന്നത്. അല്ലേ? അപ്പോൾ നമുക്ക് മറ്റുള്ള ദീനിന്റെ മാർഗത്തിൽ സജീവമാകുന്ന ആളുകളെ കുറിച്ച് അവരിങ്ങനെ പെട്ടുപോയ ആൾക്കാരെന്ന് തോന്നും. അത് വലിയൊരു പ്രശ്നമാണ് അല്ലേ? അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താ? എല്ലാവരും ഒരേപോലെ മുന്നേറണമെന്നുള്ളത് തന്നെയാണ്. എല്ലാവരും എ+ലേക്ക് വരണം എന്നാണ് ഉദ്ദേശിക്കണം. പക്ഷെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. അത് പ്രകൃതിപരമായി മറ്റ് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഒരുപോലെ സമ്പത്ത് ചെലവഴിക്കാൻ കഴിയില്ല അല്ലേ? ഉണ്ടെങ്കിലേ ചെലവഴിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ശരീരം കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയണമെന്നില്ല. കാരണം ചിലർക്ക് ആരോഗ്യം ഉണ്ടാവില്ല വേണ്ടത്ര. എല്ലാവർക്കും ബുദ്ധിപരമായിട്ട് തന്നെ രംഗത്തിറങ്ങാൻ കഴിയണമെന്നില്ല. പക്ഷെ എന്തോ ഒന്ന് അല്ലാഹു തആല എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, ഉറപ്പാണ്. എല്ലാവർക്കും മൈക്കെടുത്ത് പ്രസംഗിക്കാൻ കഴിയണമെന്നില്ല, എല്ലാവർക്കും ലേഖനങ്ങൾ എഴുതാൻ കഴിയണമെന്നില്ല. പക്ഷേ മറ്റൊരാളെ ആകർഷിക്കാൻ കഴിയുന്ന എന്തോ ഒന്ന് എല്ലാവരിലും ഉണ്ട്. ചിലപ്പോൾ അതൊരു പുഞ്ചിരിയായിരിക്കും, അത് മതി. ആ ചിരിയിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ ഇസ്ലാമിനെ ആളുകൾ മനസ്സിലാക്കും അല്ലേ? അല്ലെങ്കിൽ ഒരു നല്ല പെരുമാറ്റം അങ്ങനെ ഉണ്ടല്ലോ. മറ്റുള്ളവർക്ക് നമ്മിൽ എന്തോ ഒരു നന്മയുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന നിലപാട് സ്വീകരിച്ചാൽ അദ്ദേഹം പ്രധാനമാണ്. പക്ഷെ അത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം. ഞാൻ ഇസ്ലാമിന്റെ വക്താവാണ് എന്ന ബോധത്തോടു കൂടി ആവണം. അത് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട വിഷയമാണ്. ഇത് ഏതോ മദീനയിൽ അന്ന് കഴിഞ്ഞു പോയ ഏതോ ഒരു പിന്നെ ദുഷിച്ച നശിച്ചു പോയ ശപിക്കപ്പെട്ട ആൾക്കാരെ കുറിച്ച് മാത്രമാണ് പറയുന്നത് എന്ന് നിങ്ങൾ കരുതുന്നില്ല എന്ന് ഞാൻ കരുതുന്നു അല്ലേ? അങ്ങനല്ലല്ല, നമ്മളെ കുറിച്ച് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. അപ്പോൾ കമാന സുഫ വീഴ്ചകൾ എന്നവർ പറഞ്ഞു. അല്ല ഇന്നും സുഫ വല ഇല്ലാതാകണം. അള്ളാഹുവിന്റെ മറുപടിയാണ്, അല്ല അവർ തന്നെയാണ് വീഴ്ചകൾ. നിങ്ങൾ ഖുർആനിലെ ശൈലി ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്താ ശൈലി? നിങ്ങൾ ഒരാൾ വീട്ടിൽ നിന്ന് വിളിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് വിളിക്കാം. എന്തെങ്കിലും 2 വാക്ക് കൂടുതൽ പറഞ്ഞാലേ നമുക്ക് ഉറക്കം വരുള്ളൂ അല്ലേ? ആ നീ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചാ ഇങ്ങനെയാണെങ്കിൽ നീ ആരാ? നീ പമ്പല വീട്ടിയാണ് എന്നെങ്കിലും നമ്മൾ പറയും. എന്തെങ്കിലും 2 വാക്ക് കൂടുതൽ നമ്മൾ പറയും. പക്ഷെ അള്ളാഹു പറഞ്ഞുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. അല്ല അറിയുക അവരാണ് വീട്ടികൾ. ഇത് മറുപടിയാണോ? മറുപടിയാ? അങ്ങനെ മറുപടിയാവും. ഇപ്പൊ നമ്മൾ മക്കളോട് പറയാം, പിന്നെ മോള് ചീത്ത, എന്താ കുട്ടി പറയാം? അല്ല വാപ്പയാണ് ചീത്ത. അപ്പൊ കുട്ടി മറുപടി അത്രേ കുട്ടി പറയുള്ളൂ അല്ലേ? എന്നൊരു ഉമ്മയാണ് ചീത്ത എന്ന് പറയും. അങ്ങനെയല്ല, കുട്ടികളുടെ മറുപടി എങ്ങനെയാണ്? വളരെ നിഷ്കളങ്കമായ ശൈലിയാണ് അല്ലേ? പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സംഗതി. കുട്ടി അത്രയും പറയേണ്ടുള്ളൂ. കാരണം നിഷ്കളങ്കമായ മനസ്സിൽ നിന്നുണ്ടായ പ്രതികരണമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയും ഉണ്ടല്ലോ അമിതമായിട്ട് വാചാലനാവുകയോ കൃത്രിമ ശൈലി സ്വീകരിക്കുകയോ പിന്നെ അമിത ആവേശം കൊള്ളുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന സംഗതിയാണ്.
ഇത് അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമാണിത്. നമ്മുടെ രീതി അതല്ല. അപ്പാന്ന് വിളിച്ചാലും വലിയപ്പാനാണ് തിരിച്ചു വിളിക്കുക. അപ്പൊ അത് പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ സമുദായം പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വാദപ്രതിവാദ പോലാണ്ടൊക്കെ നടത്തുന്ന ആൾക്കാരല്ലേ അല്ലേ? ഒരാൾ പറഞ്ഞതിൻ്റെ ഇരട്ടി അങ്ങോട്ട് പറയും. അതിങ്ങനെ കണ്ട് കേട്ട് നിൽക്കാനൊക്കെ സുഖം. ഇതൊരു മനസ്സിലല്ല. പക്ഷെ ഇവിടെ നമുക്ക് വളരെ ശാന്തമായിട്ട് പറഞ്ഞു, അല്ല അറിയുക ഇന്നഹും അവർ തന്നെയാണ് കുട്ടികൾ. അപ്പൊ ഇത് മറുപടി ആകുമോ? ആവോ? ഒരു പച്ചവെള്ളം പോലത്തെ മറുപടി അല്ലേ? ഉപ്പും പൊടിയൊന്നുമില്ല, എരിവില്ല. മറുപടി ആവോ? ആവോ? അല്ലേ? നമ്മുടെ സമുദായം തന്നെ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശന പ്രസംഗങ്ങളൊക്കെ നടക്കൂലേ? അയാൾ പറയുന്നതിന് മറുപടി എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് ഇടിച്ച് വീഴ്ത്തിയിട്ടുള്ള സംസാരം. ഇത് മറുപടി ആകുമോ? നിങ്ങൾക്കൊരു ആവേശം തോന്നിയാ മറുപടി കേട്ടപ്പോൾ? ഇത് വെറൊരു പ്രസ്താവന അല്ലേ? ഇതെങ്ങനെയാ മറുപടി ആകുന്നത്? പറയും. ഇതൊരു സത്യമുണ്ടെന്നുള്ളതാണ്. ഇത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇത് ഒച്ചത്തിൽ പറഞ്ഞാലും എല്ലാം പറഞ്ഞാലും ഒക്കെ കണക്കാണ്. അപ്പൊ നമ്മുടെ പക്ഷത്ത് സത്യമുണ്ടെങ്കിൽ നമ്മൾ വല്ലാതെ വികാരം കൊണ്ടൊന്നും പറയേണ്ടതില്ല. ആ സത്യം ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മതിയാവും. ബുദ്ധിയുള്ളവരത് ചിന്തിക്കും, ഉൾക്കൊള്ളും. അമിതാവേശം പ്രകടിപ്പിച്ചതല്ല, വല്ലാത്തൊരു വൈകാരികത സൃഷ്ടിക്കുന്ന ഒരു രീതി പിന്നെ അനാവശ്യമായിരിക്കും പലപ്പോഴും. ഇതാണ് ഖുർആന്റെ ശൈലി. ഇല്ലേ? അത്രേ പറയുന്നുള്ളൂ. അപ്പൊ അത് വളരെ നിഷ്കളങ്കമായ ശൈലിയാണ്. പിന്നെ പറയുന്നത് ആരാ? പഠിച്ചാമ്പുരാനാണ്. അപ്പൊ അതുകൊണ്ട് അത് പൊയ്ത്തു കൊള്ളുന്നതായിരിക്കും. അള്ളാഹു ഒരിക്കലും ഒരാളെ കുറിച്ച് അനാവശ്യം പറയില്ല. അത് നീതിപൂർവമായിരിക്കും അല്ലേ? അതാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിനാൽ ഖുർആനിൻ്റെ ഈ ശൈലിയിലേക്ക്, സംസ്കാരത്തിലേക്ക് നമുക്ക് നമ്മെ കൊണ്ടുവന്ന് നിർത്താൻ കഴിയണം. അപ്പോൾ എഴുതി വിട്ടു പോയത് വീട്ടിലൊക്കെ തന്നെ ഓർക്കാൻ പറയുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞ് ഡബിൾ അങ്ങോട്ട് പറഞ്ഞ് ഈ രീതിയെല്ലാം ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നത് വളരെ ശാന്തമായ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള സമീപന രീതിയാണ്. അതാണ് ഒരാളാണ്. ഇവരെങ്ങനെയാണ് ശരിക്കും വിട്ടിയായത്? എങ്ങനെയാണ്? ഇവരുടെ കാര്യം വലിയ കഷ്ടമാണ് മുനാഫിക്കിന്റെ. കാരണം അവര് മുസ്ലിമായിട്ട് അഭിനയിക്കണം അല്ലേ? പള്ളിയിൽ ഒന്നാമത് സത്ത് തന്നെ വേണം, അതുപോലെ മുസ്ലിമിന്റെ വേഷ രൂപങ്ങളൊക്കെ വേണം, ആ പ്രകൃതവും സ്വഭാവമൊക്കെ കാണിക്കണം. അയാൾക്ക് പ്രകടമായിട്ട് തെറ്റ് ചെയ്യാൻ സാധ്യമല്ല, കഴിയില്ലല്ലോ. മധ്യശാപം പോയിട്ട് കള്ളുപിടിക്കാമോ? സാധ്യമല്ല. കാരണം അയാൾ മുസ്ലിമിന്റെ ലാബിളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മുസ്ലിം അനുഭവിക്കുന്ന എല്ലാ പിന്നെ പരിമിതികളും തീർച്ചയായിട്ടും ഇയാൾക്കുണ്ട്. എല്ലാ പരിമിതികളും ഇയാൾക്കുണ്ട്. പക്ഷെ മുസ്ലിം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഞെരുങ്ങി ജീവിക്കുന്നത് അല്ലേ? അല്ലാതെ ഹറാമുകളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കണം. പക്ഷെ ഇയാളങ്ങനെയല്ല. ഇയാൾ ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കാം? അയാളുടെ നീയത്ത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്നില്ല. മുഅ്മിൻ കഷ്ടപ്പെട്ടാൽ അയാൾ സുബഹി കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയാൽ അതിന് പ്രതിഫലം ഉണ്ട്, അള്ളാഹിന്റെ അടുക്കണം. അതാണ് അയാളുടെ പ്രതീക്ഷ. പക്ഷെ മുനാഫിക്ക് ഉറക്കമൊഴിച്ച് പള്ളിയിൽ പോയാലോ അയാൾക്ക് അള്ളാഹിന്റെ അടുക്കുന്ന പ്രതിഫലം കിട്ടില്ല. കാരണം ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അയാൾ പള്ളിയിൽ എത്തിയത് അല്ലേ? ഇതൊക്കെ കിട്ടിത്തോ. അയാൾക്ക് ദുനിയാവിലും സ്വസ്ഥതയില്ല, നാളെ പരലോകത്ത് എത്തിയാൽ അതിനൊക്കെ പ്രതിഫലമില്ല. ഇതിനുപരി കിട്ടിത്തരുന്നത് വല്ലാത്ത അവസ്ഥയാണ്. ഇതാണ് അല്ലാഹു തആല ഇന്നഹും ഹുമുസ് സുഫഹാ എന്ന് പറഞ്ഞ ഉദ്ദേശം. അപ്പൊ കർമ്മങ്ങൾ മുഴുവനും പാഴായി പോകുന്നു. എന്നിട്ടും അയാൾ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ഇത് വല്ലാത്ത അർത്ഥമാണ് അല്ലേ? അതാണ് അല്ലാഹു തആല അവരാണ് വ്യക്തികൾ എന്ന് പറഞ്ഞ ഉദ്ദേശം. അപ്പൊ പരലോകബോധം ഉണ്ടായിരുന്നെങ്കിൽ, ഗൈബിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കുന്നില്ലായിരുന്നു എന്നാണ് ഉദ്ദേശം. അടുത്ത തോന്നാം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. وإذا لقوا الذين آمنوا قالوا آمنا وإذا
آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون നമ്മൾ 13 ആയത്തുകളാണ് ഇതിലായിട്ട് പഠിച്ചത്. ഈ പഠിക്കുന്ന ആയത്തുകൾ നിങ്ങൾ കാണാതെ പഠിക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ധാരാളം സമയമുണ്ടല്ലോ നമുക്ക്. പറഞ്ഞാൽ ഒരാഴ്ചത്തെ സമയമുണ്ട്, അതിനിടയിൽ പഠിക്കാൻ പറ്റും. ഓരോ ആയത്തും ഓരോ ആയത്തായിട്ട് പഠിക്കാം. ഇത് പിന്നെ പരസ്പരം കണക്ട് ചെയ്ത് ഓടി ശീലിക്കാം. ഓരോ ആയത്തും നല്ല പെർഫെക്റ്റായിട്ട് ഓടി പഠിക്കാം. എന്നിട്ട് പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് പിന്നെ ഓടുക. അങ്ങനെ നിരന്തരം ഓടിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാതെ പഠിച്ചെടുക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഫാഖിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിന്നെ ഭയപ്പെട്ടുകൊണ്ട് നിനക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തെ മനസ്സിനെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും വ്യക്തിപരവും കുടുംബപരവും സാമ്പത്തികവും സാമൂഹികവും ആരോഗ്യപരവുമായ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണം.